ഇത്തവണ നമ്മുടെ കണ്ണൂരിലെ കക്കാട് പുഴയിൽ നിറയെ വെള്ള ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. വെളുപ്പ് പരിശുദ്ധിയുടെയും വിജയത്തിൻ്റെയും പ്രതീകമാണല്ലോ. ഒരു കാലത്ത് കക്കാട് പുഴ സമ്പൽ സമൃദ്ധമായിരുന്നു. എന്നാൽ പിന്നീട് കക്കാട് പുഴ പലവിധ പ്രശ്നങ്ങളിലും അകപ്പെട്ട് അത് നാശത്തിൻ്റെ പടുകുഴിയിലിരിക്കുമ്പോൾ കുറച്ച് നല്ല മനുഷ്യരായ ആളുകൾ കക്കാട് പുഴ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. കക്കാട് സംരക്ഷണ സമിതി ഇവർ രൂപീകരിച്ചു. ഇവരുടെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ കക്കാട് പുഴക്ക് ഒരു പുനർജനി ഉണ്ടായിരിക്കുന്നു. ഇതിനു വേണ്ടി പരിശ്രമിച്ച പ്രധാനപ്പെട്ട ഒരാളായിരുന്നു മധു കക്കാട്. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് കേൾക്കാം. 2-3 കൈവഴികളായിട്ട് ചേർന്നിട്ടാണ് കക്കാടേക്ക് എത്തുന്നത്. അതായത് ഒന്ന് നമ്മുടെ തെക്കി ബസാറിനടുത്തുള്ള ആനക്കുളം എന്ന് പറയുന്ന ഒരു കുളം, അത് കണ്ണോത്തുംചാലിൽ നിന്ന് വരുന്ന തോട് ആനക്കുളത്തിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് തുളിച്ചേരി വഴി കക്കാട് പുഴയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കൈവഴി ഉള്ളത് കണ്ണൂർ കൊറ്റാളി, അതായത് പൊടിക്കുണ്ടിന് താഴെയുള്ള ആ ഭാഗം, അവിടെ നിന്നൊരു കൈവഴിയായിട്ട് വന്നിട്ട് അതും കക്കാട് പുഴയിലേക്ക് ചേരുകയാണ്. അങ്ങനെയാണ് കക്കാട് പുഴയായിട്ട് മാറുന്നത്. വേലിയേറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ തുളിച്ചേരി ഭാഗം വരെ വേലിയേറ്റമുണ്ട്. തുളിച്ചേരി കരിമ്പുംതോട്ടം ആ പ്രദേശം വരെ വേലിയേറ്റ സമയത്ത് വേലിയേറ്റം ഉണ്ടാകുന്നുണ്ട്. കക്കാട് പുഴയുടെ യഥാർത്ഥ അവസ്ഥ അതാണ്. അവിടെ നിന്നാണ് ഈ കാട്ടാമ്പള്ളി പുഴയുമായി ബന്ധപ്പെട്ട് ഇത് വളവട്ടം പുഴയിലേക്ക് ചേർന്നിട്ട് അറബിക്കടലിലേക്ക് ഒഴുകുന്ന ഒരവസ്ഥയാണ്. ആ കാട്ടാമ്പള്ളി പുഴയിലേക്ക് മുണ്ടേരി ഭാഗത്തു നിന്ന് ഇതേപോലെ വലിയൊരു തോട് ഈ പുഴയിലേക്ക് വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തുള്ള നീരൊഴുക്കിൻ്റെ ഒക്കെ സംഗമസ്ഥാനമായിട്ട് ഈ കാട്ടാമ്പള്ളി പ്രദേശം, അതിൽ പ്രധാനപ്പെട്ട പങ്ക് കക്കാട് പുഴ വഹിക്കുന്നുണ്ട്. കണ്ണൂർ ടൗണിലുള്ള എല്ലാ ചെറിയ ചെറിയ അരുവികളും മഴവെള്ളം ഒഴുകിയിട്ട് കക്കാട് പുഴയിലേക്കാണ് ചേരുന്നത്. അങ്ങനെയാണ് അറബിക്കടലിലേക്ക് കക്കാട് പുഴ എത്തിച്ചേരുന്നത്, വളവട്ടണം പുഴയുമായി ചേർന്നിട്ട് എത്തിച്ചേരുന്നത്. അതാണ് കക്കാട് പുഴയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്ത കാലം വരെ വലിയൊരു പരിതാപകരമായൊരു അവസ്ഥയിലാണ് കക്കാട് പുഴ ഉണ്ടായിരുന്നത്. കാരണം കാട്ടാമ്പള്ളി അണക്കെട്ട് വന്നു, പിന്നെ കയ്യേറ്റങ്ങൾ വ്യാപകമായി. ഈ കക്കാട് പുഴ കുറേ കാലങ്ങളായിട്ട് ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് വേണമെന്നുണ്ട്, പക്ഷെ ഭരണാധികാരികൾക്ക് വേണ്ട എന്നുള്ളൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. കാരണം കയ്യേറ്റങ്ങൾ വ്യാപകം, പിന്നെ അതിന് ബദലായിട്ട് കാരണമായിട്ട് കാട്ടാമ്പള്ളി അണക്കെട്ട്. അപ്പോൾ പുഴ ഡ്രൈ ആയി കിടക്കുന്ന ഒരവസ്ഥ. അത് ഈ മഴക്കാലത്ത് വെള്ളം ഒഴുകി പോകുന്ന ഒരു ചാല് പോലെ അവശേഷിച്ച ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ 2005 മുതൽ ഒരു സമരത്തിൻ്റെ കാലഘട്ടമാണെന്ന് പറയാൻ പറ്റും. ആ സമരത്തിനോടനുബന്ധിച്ച് നിരന്തരമായ സമരങ്ങൾ, സത്യാഗ്രഹങ്ങളൊക്കെ കക്കാട് പുഴയിലും കാട്ടാമ്പള്ളി പരിസരത്തും ഒക്കെ നടത്തിയിട്ട് നമ്മുടെ മുല്ലക്കര രത്നാകരൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ കാട്ടാമ്പള്ളി അണക്കെട്ട് തുറക്കാനുള്ളൊരു തീരുമാനമെടുക്കുകയും അതൊരു ഗംഭീരമായൊരു സംഗതിയായിട്ട് മാറുകയും ചെയ്തു. അതൊരു വലിയൊരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് കാട്ടാമ്പള്ളി അണക്കെട്ട് തുറന്നു. അതായത് ഇപ്പോൾ ഈ കാണുന്നൊരവസ്ഥയൊന്നുമല്ല ആ കാലത്തുണ്ടായില്ല. അണക്കെട്ട് അടച്ചു വെച്ച സമയത്ത് ഇപ്പോൾ പുഴയുടെ ഒരു തനിമയുണ്ട് ഇവിടെ. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വെറും ഒരു ഡ്രൈ ലാൻഡായിട്ട് കിടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ പുഴയുടെ എല്ലാ ഐശ്വര്യവും പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നൊരു പുഴയായിട്ട് ഇപ്പോൾ മാറിയത്. ആ അണക്കെട്ട് തുറന്ന ആ സമയം മുതലുണ്ടായ കാഴ്ചയാണിത്. പക്ഷേ ഇപ്പോൾ അവസ്ഥ എന്ന് പറയുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്ങും എത്താത്തൊരവസ്ഥയാണ്. കണ്ണൂർ പട്ടണത്തിൽ ഒരു ടൂറിസം കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് പയ്യാമ്പലം ബീച്ച് മാത്രമേ ഉള്ളൂ.
വേറെ ഒന്നും കാര്യമായിട്ടില്ല. പുഴയെ അറിയാനോ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളില്ല. പക്ഷേ ഈ കക്കാട് പുഴ ഈ കാട്ടാമ്പള്ളി അണക്കെട്ട് തുറന്നതിന് ശേഷം തന്നെ കക്കാട് പുഴയുമായി ബന്ധപ്പെട്ട് പുല്ലൂപ്പിക്കടവ്, നാറാത്ത്, കാട്ടാമ്പള്ളി, അങ്ങനെ വള്ളുവൻ കടവ്, മുത്തപ്പൻ ക്ഷേത്രം, അങ്ങനെ ഇതൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസം പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടി കോർപ്പറേഷൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഈ ശ്രമം എന്ന് പറയുന്നത് ചില്ലറ കാലത്തെ ശ്രമമല്ല, ഒരു 5-8 കൊല്ലമായി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയും എത്തിയിട്ടില്ല എന്നൊരു ദുരവസ്ഥ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒരു 90 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ട് കക്കാട് പുഴയുടെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട സ്ഥലത്തുള്ള സ്ഥലത്ത് അതിനോടനുബന്ധിച്ച് ഒരു 150-200 മീറ്റർ രണ്ട് ഭാഗവും പുഴയുടെ അരിക് കെട്ടിയിട്ട് ബലപ്പെടുത്തി എന്നല്ലാതെ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു സാധ്യതയെപ്പറ്റി പഠനം ഇഷ്ടംപോലെ നടത്തുന്നുണ്ട്. അതിനൊരു കുറവില്ല. പഠിക്കാനും ഉണ്ടല്ലോ, അതിനും പൈസ വരണം. ആ പഠിപ്പുകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പദ്ധതികളൊന്നും ആയി വരുന്നില്ല. ഇപ്പം പുല്ലൂപ്പിക്കടവ് പാലം കുറേ നാളത്തെ പ്രയത്നത്തിൻ്റെ ഫലമായി യാഥാർത്ഥ്യമായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ചെറിയ വൈകുന്നേരങ്ങളിലൊക്കെ ഒരു പുഴയുടെ ബോട്ടിംഗ് സംവിധാനവും ജനങ്ങളൊക്കെ തടിച്ചുകൂടുന്നൊരവസ്ഥ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ വളരെ സമൃദ്ധമായൊരു കാഴ്ചയാണത്, പല ഭാഗത്തും ജനങ്ങൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ കക്കാട് ഒരു ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണ് കക്കാട് പുഴ സംരക്ഷണ സമിതി കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. എന്തെങ്കിലും കാണേണ്ട കാഴ്ചകൾ ഉണ്ടായാൽ അത് കാണിക്കേണ്ട ഉത്തരവാദിത്വം ഈ വിനോദസഞ്ചാര വകുപ്പിനൊക്കെ ഇല്ലേ? ജനങ്ങളൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് നേരം കൂട്ടുന്നതിനെക്കാട്ടും നല്ലത് ഈ കണ്ണൂർ ടൗണിൽ ഇത്രയും മനോഹരമായൊരു പുഴയോരവും പരിസരവും ഒക്കെ ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ടൂറിസം വകുപ്പിൻ്റെ കൃത്യമായ അനാസ്ഥയാണ്, വീഴ്ചയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇനി അധികാരികൾ അടുത്ത ചുവടുവെപ്പ് നടത്തേണ്ടതെന്നാണ് തോന്നുന്നത്. ഈ രീതിയിലൊക്കെ ജനങ്ങളെ ഈ പുഴയുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകൾ, അരുവികൾ, പുഴകൾ, കടൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു വലിയൊരു ടൂറിസം സാധ്യത കണ്ണൂരുണ്ട്. ഇപ്പം കക്കാട് പുഴ കണ്ണൂരിൻ്റെ ഐശ്വര്യമായി തീരണോ അല്ല, അതല്ലേ ആഗ്രഹം. അപ്പോൾ ഈ കക്കാട് പുഴ, ഈ പറശ്ശിനിക്കടവ് ബോട്ടിംഗ് സർവീസിൻ്റെ കാര്യങ്ങൾ ഇപ്പം പുതിയ ബോട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. മന്ത്രി പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്ത് പ്രഖ്യാപനം നടത്തിയാലും കക്കാട് പുഴ സംരക്ഷണ സമിതി കക്കാട് പുഴ ഈ ഒരു വിനോദസഞ്ചാരവുമായി ബന്ധപ്പെടുത്തുന്നത് വരെ കക്കാട് പുഴ സംരക്ഷണ സമിതി വളരെ പ്രതീക്ഷയോടെ നിൽക്കും. അതിനുള്ള സമരമാർഗ്ഗങ്ങൾ വരെ നമ്മൾ ആലോചിക്കാൻ തയ്യാറാണ്. ഉരുട്ടുന്നതിനൊരു കണക്കുണ്ട്. എത്ര കാലം ഈ ടൂറിസം പ്രോജക്റ്റ് വരും എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊതിപ്പിക്കലിനും ഒരു പരിധിയില്ലേ? അപ്പോൾ വ്യക്തമായും കൃത്യമായും പറയാൻ ആഗ്രഹിക്കുന്നു, കക്കാട് പുഴ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കക്കാടിൻ്റെ മുഖച്ഛായും കക്കാട്ടുകാർക്കൊരു അഭിമാനവുമായിട്ട് കക്കാട് പുഴ സംരക്ഷണത്തെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷൻ അധികാരികൾക്കുണ്ട്, ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനുണ്ട്. അങ്ങനെ കണ്ണൂർ നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി പ്രത്യേകിച്ച് പറയാൻ കാരണമുണ്ട്. കണ്ണൂർ നഗരവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്തുള്ള പുഴ എന്ന് പറയുന്നത് ഈ പുഴയാണ്, കക്കാട് പുഴയാണ്. അപ്പോൾ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ട ഒരു ബാധ്യത, ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരിക്കുന്ന ഭരണാധികാരികൾക്കുണ്ട്. ജനങ്ങൾ ഉല്ലസിക്കട്ടെ. അവിടെ ഇവിടെ ഇരുന്നിട്ട് നേരം കൂട്ടിയിട്ട് പല കാര്യങ്ങളും ഇടപഴകുന്നതിനെക്കാട്ട് നല്ലത് ഇത്തരത്തിലുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെട്ട് നീങ്ങുമ്പോൾ ആ യുവത്വത്തിനൊക്കെ ഒരു നല്ല ചുറിയുറുക്ക് വരും. പിന്നെ വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാൻ വരുന്നവർക്കും ടൂറിസം എന്ന് പറയുന്നത് അനന്ത സാധ്യതയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ജനങ്ങളെ ആകർഷിച്ച് കക്കാട് നിങ്ങൾ കൊണ്ടുവന്ന് ഇരുത്തുന്നതായിരിക്കണം ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അത് നിറവേറ്റണം എന്നുള്ള ആവശ്യമാണ് നമുക്കുള്ളത്. കക്കാട് പുഴ സംരക്ഷണ സമിതി എല്ലാ കാര്യത്തിനും ഒപ്പമുണ്ടായിരിക്കും. ഈ കക്കാട്ടുകാരും ഉണ്ടായിരിക്കും. ജനങ്ങളൊന്നും ഇതിൽ അകന്നു നിൽക്കുന്നില്ല. വലിയൊരു സാധ്യത, തൊഴിൽ സാധ്യത വർദ്ധിക്കും. അങ്ങനെ ട്രാൻസ്പോർട്ട് സംവിധാനം കുറച്ചുകൂടി മെച്ചപ്പെടും. അതിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ പുഴ ഒരു അറിയപ്പെടുന്ന പുഴയായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഭരണാധികാരികളും ശ്രമിക്കണം എന്നുള്ളൊരു വിനീതമായ അപേക്ഷയാണുള്ളത്. ഏതായാലും നമ്മുടെ കക്കാട് പുഴ സംരക്ഷണ സമിതി ഈ പുഴയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തന്നെ ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നേറുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അത് വള്ളുവൻ കടവ് ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് വളർന്നിട്ടുണ്ട്. ഒരു വലിയൊരു വളർച്ചയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഇപ്പം അടുത്ത 2 ആഴ്ചക്ക് ശേഷം ഒരു വള്ളംകളി മത്സരം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമായി മാറാൻ പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് കാട്ടാമ്പള്ളി പുഴ ഇപ്പം ഈ പുതിയ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടൊരു പാലം കൂടി വന്നിട്ടുണ്ട്, വളപട്ടണം പുഴക്ക് കൊടുക്കുക. അപ്പോൾ ഈ പാലങ്ങളൊക്കെ പരസ്പരം ബന്ധിപ്പിച്ചുള്ള ഒരു യാത്ര നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതിമനോഹരം ആയിരിക്കും. അപ്പോൾ കണ്ണൂരിൻ്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി ഈ കക്കാട് പുഴ വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ പുനരുജ്ജീവനം തീർച്ചയായും ഉണ്ടാകണം. ഇപ്പോൾ കയ്യേറ്റങ്ങളെല്ലാം ഒക്കെ അവസാനിച്ചിട്ടുണ്ട്. കാരണം അളവുകൾ തിട്ടപ്പെടുത്തി കൃത്യമായിട്ട് അതിരുകൾ ഇട്ടിട്ടുണ്ട്. ആ അതിരുകൾ ഇട്ടതുകൊണ്ട് തന്നെ കയ്യേറ്റങ്ങൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഭാവിയിൽ നമുക്ക് പുല്ലൂപ്പി കടവും വള്ളുവൻ കടവും കക്കാട് പുഴയും യോജിപ്പിച്ച് ഒരു വലിയ ടൂറിസം പദ്ധതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇവരുടെയെല്ലാം പരിശ്രമത്തിൻ്റെ ഫലമായി ഈ കക്കാട് പുഴയ്ക്ക് ഒരു വലിയ പുനർജീവനം തന്നെ കിട്ടട്ടെ. മധു കക്കാട് എന്ന ഈ സാമൂഹ്യ പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും ഈ ഉദ്യമത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും അർപ്പിക്കുന്നു.